2007 സത്യൻ അന്തിക്കാട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് വിനോദയാത്ര. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ സ്വഭാവം ഇതിലുമുണ്ട്. മനുഷ്യബന്ധങ്ങളിലെ നന്മ നിറഞ്ഞതായൊരു ലോകം. കഥയിൽ ദിലീപ് അവതരിപ്പിക്കുന്ന വിനോദ് ഒരു ചെറുപ്പക്കാരനാണ്. ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ കളിതമാശയായി ജീവിതത്തെ കാണുന്ന, എന്നാൽ മനസ്സിൽ നന്മയുള്ളവനാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാൾ. ജീവിതത്തിന്റെ ലക്ഷ്യബോധമുണ്ടാകാൻ സഹോദരിയുടെ അടുക്കൽ വരുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. കഥയുടെ പശ്ചാത്തലമാകുന്നത് ഒരു ഗ്രാമമാണെങ്കിലും അതിൽ പ്രതിഫലിക്കുന്നത് കേരളത്തിലെ സാധാരണ മലയാളികളുടെ ജീവിതം തന്നെയാണ്. ബന്ധങ്ങൾ, ചിരിയും വേദനയും ചേരുന്ന ജീവിതം. സത്യൻ അന്തിക്കാടിന്റെ ചിത്രങ്ങൾ എപ്പോഴും എളുപ്പത്തിൽ നമ്മളെ ആ ചിത്ര ലോകത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. മുകേഷിന്റെ അളിയൻ കഥാപാത്രം വഴി പക്വതയും ഉത്തരവാദിത്വവും എങ്ങനെ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പ്രതിഫലിക്കുന്നു. ഇന്നസെന്റിന്റെ കഥാപാത്രം കോമഡിയിലൂടെ നല്ലൊരു ജീവിത വീക്ഷണം കാണിക്കുന്നു. നെടുമുടി വേണുവിന്റെയും KPSC ലളിതയുടെയും മുരളിയുടെയും പ്രകടനം വളരെ മികച്ചതാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം വിനോദ് തന്റെ ജീവിതത്തിൽ കണ്ടുവന്നവയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തന്റെ ജീവിതത്തിനോടുള്ള മൂല്യങ്ങൾക്കും തിരിച്ചറിയലുകൾക്കും കാരണമായത് മീര ജാസ്മിൻ അവതരിപ്പിച്ച അനുപമ എന്ന കഥാപാത്രമാണ്. അവളുടെ ചിന്താഗതിയും നിലപാടുകളും വിനോദിനെ മാറാൻ പ്രേരിപ്പിക്കുന്നു. അവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ വളരെ മനോഹരമായി എഴുതിയിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതുമാണ്. ഹാസ്യഭാവങ്ങൾ വളരെ നാച്ചുറലാണ്. മാമുക്കോയും ഇന്നസെന്റും നെടുമുടി വേണുവും KPSC ലളിതയും ഗണപതിയുമുള്ള ലഘു നർമ്മ മുഹൂർത്തങ്ങൾ ഭംഗി കൂട്ടിയിട്ടേയുള്ളൂ. ഇളയരാജയുടെ സംഗീതം സിനിമയുടെ ഇമോഷണൽ ടോൺ ഉയർത്തുന്ന വിധത്തിലാണ്. പ്രധാന ഗാനങ്ങൾക്കും പശ്ചാത്തല സംഗീതങ്ങൾക്കും ഒരേപോലെ ഹൃദയത്തിൽ തങ്ങുന്ന മാധുര്യമുണ്ട്. മനസ്സിൽ തങ്ങുന്ന സംഗീതം മാത്രമല്ല, കാഴ്ചയും അതിന് തുല്യമായ ഭാവം നൽകുന്നു. ചെറിയ ചെറിയ സംഭവങ്ങൾ, മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകൾ, ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ എല്ലാം ചേർന്നാണ് വിനോദ് അവന്റെ നിസ്സാര ജീവിതത്തിൽ നിന്ന് മാറുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് അത്രമാത്രം തകർപ്പനൊന്നുമല്ല, പക്ഷെ അത്രമേൽ ഹൃദയത്തിൽ നിറയുന്നൊരു മാറ്റമാണത്. വിനോദയാത്ര വലിയ സംഭവങ്ങളില്ലാതെ കഥ പറയുന്ന സിനിമയാണ്, എന്നാൽ അതിന്റെ ലാളിത്യത്വമാണ് അതിനെ കൂടുതൽ ശക്തമാക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ വിനോദയാത്ര ഒരു കാണേണ്ട സിനിമയാണ്. സത്യൻ അന്തിക്കാടിന്റെ ക്ലാസിക്കൽ ഹ്യൂമർ ഡ്രാമകളുടെ നിരയിലേക്ക് അർഹമായി ചേരുന്ന ചിത്രം. കുടുംബമായി ചേർന്ന് കാണാവുന്ന ഒരുപാട് അർത്ഥം പറയുന്ന ചെറിയ യാത്ര.